ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. NDA നോട്ടിഫിക്കേഷൻ 2024 വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇന്നലെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടുവരിക. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് NDA നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷിക്കാം, ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. +2 യോഗ്യതയുള്ളവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരിക. അതിലെല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്ന എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ OTR ചെയ്യണം. അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മൾ PSC SSCയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടെല്ലാം മുന്നേ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിൻ്റെ കൂടെ നിങ്ങളുടെ പാസ്വേഡ്, പിന്നെ ക്യാപ്ചയും തെറ്റാതെ അടിച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് OTR 1 ടൈം രജിസ്ട്രേഷൻ മുതൽ ആപ്ലിക്കേഷൻ അയക്കുന്നത് വരെയുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ. ഇത് UPSCയുടെ സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരും. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ നെയിം, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡെമോണ് അടിക്കുന്നത്. ഇനി അത് വെരിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്. അവിടെ നിങ്ങളുടെ അതേ പേര്, നിങ്ങളുടെ മുകളിൽ അടിച്ച അതേ പേര് തെറ്റാതെ അടിക്കുക. തെറ്റ് വരുത്തി വെക്കേണ്ട. ഈ റെഡ് സ്റ്റാർ ചെയ്ത ഭാഗം മാത്രമേ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി എന്ന് ഓർക്കുക. പിന്നെ ഹാവ് യു എവർ ചേഞ്ച്ഡ് നെയിം, പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്തു. ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിലാണോ ഫീമെയിലാണോ, മെയിൽ കൊടുത്തു. ഇനി അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക രണ്ടാമത്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം കൊടുത്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കലണ്ടർ വരും. ഈ കലണ്ടറിൽ 2010 എന്നൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. അപ്പോൾ ഇയർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മാസവും ദിവസവും അതേപോലെ നിങ്ങൾ താഴെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് അച്ഛൻ്റെ പേര്. അച്ഛൻ്റെ പേരൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം വെരിഫൈ ചെയ്ത് കൊടുക്കുക. എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇനി അമ്മയുടെ പേരൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് വെരിഫൈ ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷൻ മൈനോറിറ്റി സ്റ്റാറ്റസ്. അത് നിങ്ങൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അതൊക്കെ സെലക്ട് ചെയ്യാൻ വരും. ക്രിസ്ത്യനാണോ മുസ്ലിമാണോ സിഖാണോ അതൊക്കെ വരുന്നുണ്ട്. നമ്മൾ നായർ, ഹിന്ദു, OBC SC ST ഒക്കെ ആണെങ്കിൽ നമ്മളത് നോ കൊടുക്കുക. നോ കൊടുത്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ തെറ്റാതെ അടിക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള നമ്പർ കൊടുക്കുക. അതിലേക്ക് OTPയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ്, അത് നിർബന്ധമല്ല, റെഡ് സ്റ്റാർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആൾട്ടർനേറ്റീവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിൽ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും തെറ്റാതെ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. അതും OTP വരും. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID ആവണം. ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള റോൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്, വാട്ട് ഈസ് യുവർ ചൈൽഡ്ഹുഡ് നെയിം. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അതൊന്നും കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫേവറേറ്റ് കളർ കൊടുത്തു. ഇനി അതിൻ്റെ ഉത്തരം ഇപ്പോൾ റെഡ് ആണോ ബ്ലൂ ആണോ അങ്ങനെ ഒരു കളർ കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ 2 ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ഡിഷ് കൊടുക്കുക. അവിടെ എന്തെങ്കിലും ഒരു ഡിഷിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ പ്രകാരം കൊടുത്താൽ മതി. ഇനി അടുത്തത് ഈ ഒരു ക്യാപ്ച കോഡാണ്. എൻ്റെ മൊബൈലിൽ ഈ ഒരു ക്യാപ്ച കോഡ് കാണുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഒരു ക്യാപ്ച കോഡ് കാണും. ആ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് സഹിതം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ഓർ ചേഞ്ച് ഹിയർ കൊടുക്കുക. ഇനി എഡിറ്റ് ചെയ്യേണ്ട എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഐ അഗ്രി കൊടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യുക, ഐ അഗ്രി കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഓരോ OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ 1 ടൈം രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് റീഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുക. പ്രിൻ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ കൊടുക്കുക. ലോഗിൻ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് വരും. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID തെറ്റാതെ അടിക്കുക. ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ ID കൊടുക്കുക. നിങ്ങളുടെ ചോയ്സാണ്. ഇമെയിൽ ID നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഗെറ്റ് OTP കൊടുക്കുക.
അപ്പോൾ ഒരു OTP നിങ്ങളുടെ ഇമെയിലിലേക്ക് പോയിട്ടുണ്ട്. മൊബൈൽ നമ്പറാണ് കൊടുത്തതെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡിൻ്റെ അവിടെ ഈ ഒരു ക്യാപ്ച തെറ്റാതെ അടിക്കുക. നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുന്ന ക്യാപ്ച അടിച്ച് ലോഗിൻ ബട്ടൺ കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. പാസ്വേഡ് നിങ്ങൾക്ക് ഓർക്കാൻ തരത്തിലുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ 8 ക്യാരക്ടർ വേണം, അപ്പർ കേസ് ലോവർ കേസ് വേണം, പിന്നെ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ന്യൂമറിക് ഡിജിറ്റ്, ഒരു ഡിജിറ്റെങ്കിലും കുറഞ്ഞത് വേണം, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടറും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ പേര് എന്താണ്? ഇപ്പോൾ രാഹുൽ എന്നാണെങ്കിൽ rahul@123 ആ ഒരു ലെവലിൽ നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് മുന്നേ @123 അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാറുണ്ടെങ്കിൽ @123 തന്നെ വേണമെന്നില്ല, ആ ഒരു അല്ലെങ്കിൽ സ്റ്റാർ ഹാഷ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം, നമ്പറും വേണം, ഒരു പേര് പോലെ എന്തെങ്കിലും വേണം. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തു, കൺഫേം ചെയ്തു, രണ്ടാമതും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ OTR കംപ്ലീറ്റ് ആയി. നമ്മുടെ പാസ്വേഡ് അടക്കം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കാണാം. ഇവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഒന്ന് NDA എക്സാമിൻ്റെ, അതുപോലെ തന്നെ CDS ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്ന് വൈകിട്ട് ചെയ്യാം. അപ്പോൾ NDA ആണ് നമുക്ക് ആവശ്യം. ഇവിടെ നമ്മൾ ക്ലിക്ക് ഹിയർ ടു പാർട്ട് 1 ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മുകളിലത്തെ ഓപ്ഷൻ കൊടുത്താൽ മതി. അതൊന്നും നമുക്ക് വേണ്ട. ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 1 ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത ശേഷം നമുക്ക് കാണാം ഇവിടെ നോ 2 ഓപ്ഷൻ കാണാം. നിങ്ങൾ കൊടുക്കുക. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പാർട്ട് 1 രജിസ്ട്രേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പേയ്മെൻ്റ് ഉണ്ട്, ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ കൊടുക്കാനുള്ളതുണ്ട്, ലാസ്റ്റ് ഡിക്ലറേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത് നാഷണാലിറ്റി കാണാം. നാഷണാലിറ്റി ഇന്ത്യൻ വന്നിട്ടുണ്ട്, അൺമാരിഡ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. ജനറലാണോ, OBC ആണോ, SC ആണോ, ST ആണോ, ജനറൽ കൊടുക്കുക. നിങ്ങൾ SC ST ഒക്കെ ആണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കാണാം രണ്ടാമത്തെ പേയ്മെൻറ്റ് ഓപ്ഷന് പകരം നേരെ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഓപ്ഷനിലേക്കാണ് അവർ പോവുക. അപ്പോൾ UR ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കണം. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സെലക്ട് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ +2 ഏതൊരു സ്ട്രീം പഠിച്ചാലും, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് പറഞ്ഞ ഏത് സ്ട്രീം പഠിച്ചാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ +2 സയൻസ് പഠിച്ചവർക്കാണ്. +2 സയൻസ് അല്ലാതെ ഏതൊരു സ്ട്രീം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ +2 സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. +2 കൊമേഴ്സ് ആയിരുന്നു ഞാൻ. ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ലൈൻ 1 നിങ്ങളുടെ വീട്ടും പേര്, ലൈൻ 2 നിങ്ങളുടെ സ്ഥലം കൊടുത്തു. ലൈൻ 3 നിർബന്ധമില്ല, റെഡ് സ്റ്റാർ കാണുന്നില്ല. പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് നമ്മൾ കേരള ആണ്, കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ജില്ല ഏതാണോ, അപ്പോൾ ഞാൻ തൃശ്ശൂരാണ്, അതുകൊണ്ട് തൃശ്ശൂർ കൊടുത്തു. പിന്നെ നിങ്ങളുടെ പിൻകോഡും തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം ഒരു ഫോൺ നമ്പർ വിത്ത് ഏരിയ കോഡാണ്, അതൊന്നും കൊടുക്കേണ്ട, റെഡ് സ്റ്റാർ ഇല്ല. അപ്പോൾ ഇത്രയും കൊടുക്കുക. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റീഡ് ചെയ്യുക മുകളിൽ നിന്ന് താഴേക്ക്. അതായത് കമ്മ്യൂണിറ്റി മുതൽ നിങ്ങൾ പിൻകോഡ് കൊടുത്തവരെ ഒന്നുകൂടെ റീഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു. അടുത്ത ഓപ്ഷൻ നമ്മുടെ ID കാർഡ് കൊടുക്കാനാണ്. അവിടെ ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഓപ്ഷൻസ് കാണാം. ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊവൈഡ് കൺസ്റ്റൻറ്റ് ഫോർ ആധാർ നമ്പർ അവിടെ S കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. പിന്നെ അതൊന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കൺഫേം ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോ ID പ്രൂഫ്. അതായത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് അത് PDF ഫോർമാറ്റിലാക്കിയിട്ട് ഇവിടെ ചൂസ് ഫയൽ ഓപ്ഷൻ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം. ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ക്ലിക്ക് ഹിയർ സെലക്ട് ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ആർമി, നേവി, എയർഫോഴ്സ്, നേവൽ അക്കാഡമി തുടങ്ങിയ പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ആർമിയിലേക്കാണ് ആദ്യം താല്പര്യമെങ്കിൽ ആർമിയുടെ അവിടെ 1 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേവി, എയർഫോഴ്സ് അങ്ങനെ നിങ്ങളുടെ ഇഷ്ട ജോലി ഏതാണോ. ഇപ്പോൾ ആർമിയിൽ ജോലി ആവശ്യമില്ല, നേവിയിലേക്കാണ് ജോബ് കൂടുതൽ ആവശ്യം, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നേവിയിൽ 1 കൊടുക്കുക. പിന്നെ എയർഫോഴ്സിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണെങ്കിൽ 2 കൊടുക്കുക. അങ്ങനെ ഓർഡറിലായിട്ട് ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എയർഫോഴ്സ് GDO ഗ്രൗണ്ട് ഡ്യൂട്ടി ഓഫീസറിലേക്ക് ജോബ് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് S കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നോ കൊടുത്താൽ മതി. പിന്നെ സൈനിക മിലിറ്ററി സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ, ആണെങ്കിൽ S, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഓപ്ഷന് നോ കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇങ്ങനൊരു പേജ് വരും. ഇവിടെ നിങ്ങൾ I agree ഓപ്ഷൻ കൊടുക്കുക. I agree സെലക്ട് ചെയ്യുക.
അടുത്ത ഓപ്ഷൻ എക്സാം ഫീ പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ എക്സാം ഫീ പേ എക്സാമിനേഷൻ ഫീസ് കൊടുക്കുക. ഇനി SC/ST കാരൊക്കെ ആണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഓപ്ഷനിലേക്കാണ് പോവുക. അപ്പോൾ പേ എക്സാമിനേഷൻ ഫീസ് കൊടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ പേ ബൈ ക്യാഷ് ആണ്, അത് വേണ്ട. പേ ബൈ ഓൺലൈൻ കൊടുക്കുക. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ SBI നെറ്റ് ബാങ്കിങ്, UPI ഇവിടെ കാണാം. UPI സെലക്ട് ചെയ്യുക. UPI ആണ് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കുക. ഇവിടെ നിങ്ങൾ UPI ID നമ്പർ കൊടുക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം ചെയ്യുക. UPI ID നമ്പർ കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾ UPI ID കൊടുത്ത് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ്. 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് റീഫ്രഷ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഹോം കൊടുത്താലും മതി. 15 സെക്കൻഡിന് ശേഷം ഹോം ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാർട്ട് 1 എക്സാമിനേഷൻ ഫീസ് പെയ്ഡായി. ഇനി നിങ്ങൾ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, സ്കാൻഡ് സിഗ്നേച്ചർ, ചൂസ് ഫയൽ ഓപ്ഷൻ കൊടുത്ത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിന് അപ്ലോഡ് ഇമേജ് കൊടുത്താൽ മതി. ഇതിൽ റീസൈസ് ചെയ്യാനുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും റീസൈസ് ചെയ്യണം. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇവിടെ വായിച്ച് നോക്കണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ സൈസും പിന്നെ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഹൈറ്റ്, വിഡ്ത്ത് അതൊക്കെ നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ഫയൽ കൊടുത്ത് ഫോട്ടോ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സിഗ്നേച്ചർ ചൂസ് ഫയൽ കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോൻ്റെ താഴെ ഫോട്ടോയിൽ നിങ്ങളുടെ പേര് പിന്നെ ഫോട്ടോ എടുത്ത ഡേറ്റും തുടങ്ങിയ കാര്യങ്ങൾ വേണം. അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ സെൻറ്റർ സെലക്ഷൻ ആൻഡ് അഗ്രീയിങ് ടു ഡിക്ലറേഷൻ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊച്ചി, തിരുവനന്തപുരം അതുപോലെ തന്നെ കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡിക്ലറേഷൻ കൊടുക്കുക. എന്താ ഈ ഒരു ഓപ്ഷൻ ഐ ഹാവ് റീഡ് ഡിക്ലറേഷൻ ആൻഡ് അഗ്രി ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഫോർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് വയ്ക്കാനോ നോക്കാനോ ഒക്കെ സാധിക്കും. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാം. അതിന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടാണ് ഈ കാണുന്നത്. ഇതുപോലെ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ പാർട്ട് 1 സ്റ്റാറ്റസ്, അതായത് പാർട്ട് 1 കംപ്ലീറ്റ് ആയി, പാർട്ട് 2 കംപ്ലീറ്റ് ആയി, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്തത് കൊണ്ട് നമുക്ക് CDS എക്സാമോ അല്ലെങ്കിൽ സിവിൽ സർവീസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഇമെയിൽ IDയും പിന്നെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ മുതൽ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന വരെയുള്ള പ്രൊസീജിയറാണ് പറഞ്ഞത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും വീഡിയോ ഫോർവേഡ് ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.